നമസ്കാരം. മലയാളത്തിലെ കുറ്റാന്വേഷണ ചിത്രങ്ങൾക്ക് ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ടാക്കിയെടുത്ത സംവിധായകനാണ് എ.ബി. രാജ്. തമിഴിലും സിംഹളയിലും സജീവമായിരുന്ന അദ്ദേഹം മലയാളത്തിൽ നടത്തിയ ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു 1969 പുറത്തിറങ്ങിയ കണ്ണൂർ ഡീലക്സ്. അക്കാലത്തെ പ്രശസ്ത നിർമ്മാണ കമ്പനിയായ സെൻ മൂവീസ് ബാനറിൽ ടി വാസുദേവനാണ് ഈ ചിത്രം നിർമ്മിച്ചത്. നാടകവേദികളെ പ്രകമ്പനം കൊള്ളിച്ച എസ്.എൽ. പുരം സദാനന്ദന്റെ പേരിൽ നിന്നാണ് ഈ സിനിമയിലെ മൂർച്ചയുള്ള സംഭാഷണങ്ങൾ പിറന്നത്. കുറ്റാന്വേഷണ ചിത്രങ്ങളിൽ സാധാരണ കണ്ടുവരാറുള്ള ക്ലീഷകൾ ഒഴിവാക്കി ഓരോ കഥാപാത്രത്തിനും അദ്ദേഹം ഓരോ സവിശേഷതകൾ നൽകി. പ്രേം നസീറിന്റെയും അടൂർ ഭാസിയുടെയും കഥാപാത്രങ്ങൾക്ക് നൽകിയ സംഭാഷണങ്ങൾ എസ്.എൽ. പുരത്തിന്റെ തിരക്കഥയിലെ ഹൈലൈറ്റുകളാണ്. ഇതിലെ പാട്ടുകൾ ഇന്നും നിത്യഹരിതമായി നിൽക്കാൻ കാരണം പി ദക്ഷിണാമൂർത്തിയുടെ സംഗീതവും ശ്രീകുമാരൻ തമ്പിയുടെ വരികളുമാണ്. മനോഹരമായ ഗാനങ്ങൾ ചിത്രത്തിലെ സസ്പെൻസ് അന്തരീക്ഷത്തിനിടയിലും നമുക്ക് നല്ലൊരു അനുഭവം സമ്മാനിച്ചു. ദക്ഷിണാമൂർത്തിയുടെ ശാസ്ത്രീയ സംഗീത വിജ്ഞാനം ഈ ഗാനങ്ങളുടെ ഈണങ്ങളിൽ പ്രകടമാണ്. 60കളിലെ പരിമിതമായ സാങ്കേതിക സൗകര്യങ്ങൾ വെച്ചാണ് എ.ബി. രാജ് ഈ ചിത്രം പൂർത്തീകരിച്ചത്. CID ഓഫീസറായുള്ള പ്രേം നസീറിന്റെ വേഷപകർച്ചയും അതിനായുള്ള അദ്ദേഹത്തിന്റെ മേക്കപ്പും അക്കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അരനൂറ്റാണ്ടിന് ശേഷവും മലയാളത്തിലെ മികച്ച ഇൻവെസ്റ്റിഗേറ്റീവ് സിനിമകളുടെ പട്ടികയിൽ കണ്ണൂർ ഡീലക്സുമുണ്ട്. മലയാളത്തിലെ ആദ്യത്തെ റോഡ് മൂവി ചിത്രമായിരുന്നു ഇത്. ചേർത്തലയിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവമാണ് കള്ളനെ പിടികൂടാൻ ഉപയോഗിച്ച തന്ത്രത്തിന് പിന്നിലുള്ളത്. 1936 തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് എന്ന പേരിൽ തിരുവിതാംകൂറിലെ അവസാനത്തെ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് KSRTCയുടെ ആദ്യ രൂപം സ്ഥാപിച്ചു. പിന്നീട് സംസ്ഥാന മോട്ടോർ സർവീസ് 1938 ഫെബ്രുവരി 20 അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. യഥാർത്ഥത്തിൽ സർക്കാർ വകയിൽ ഒരു ബസ് സർവീസ് CP രാമസ്വാമി അയ്യരുടെ ആശയമായിരുന്നു. പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം റോഡ് ട്രാൻസ്പോർട്ട് നിയമം 1950 നിലവിൽ വന്നു. 1965 KSRTC നിയമങ്ങൾ ഉണ്ടാക്കി. ആ വർഷം ഏപ്രിൽ 1 ഇത് ഒരു സ്വയംഭരണ സ്ഥാപനമായി മാറി. കേരള സർക്കാരിന്റെ വിജ്ഞാപന പ്രകാരം കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ KSRTC 1965 മാർച്ച് 15 ഔദ്യോഗികമായി നിലവിൽ വന്നു. 1970കളിൽ കർണാടക RTCയും തുടങ്ങി. 2 സംസ്ഥാനങ്ങളും KSRTC എന്ന പേര് ഉപയോഗിച്ചു. പിന്നീട് പേരിനെ ചൊല്ലി ഇരു സംസ്ഥാനങ്ങളും വർഷങ്ങൾക്ക് ശേഷം തർക്കമായി. കർണാടകയുടേതാണ് KSRTC എന്ന പേരെന്നും അത് കേരളം ഉപയോഗിക്കരുതെന്നും കാണിച്ച് 2014 കർണാടക സർക്കാർ കേരളത്തിന് ഒരു നോട്ടീസ് അയച്ചു. അതിനെ തുടർന്ന് KSRTCയുടെ MD ലോഗോ ട്രേഡ് മാർക്കിന് വേണ്ടി അപേക്ഷിച്ചു. കേസ് നടന്നുകൊണ്ടിരുന്നു. KSRTC കേരളത്തിൻ്റെതാണെന്നതിനുള്ള കാര്യമായ തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. കർണാടകത്തിന് മുമ്പ് കേരള KSRTC നിലവിലുണ്ടായിരുന്നു എന്ന് തെളിയിക്കുക മാത്രമായിരുന്നു ഏക പോംവഴി. എന്നാൽ കേരളം സമർപ്പിച്ച പ്രധാന തെളിവുകളിലൊന്ന് കണ്ണൂർ ഡീലക്സ് എന്ന ഈ സിനിമയായിരുന്നു. ചിത്രത്തിൽ തുടർച്ചയായി കാണിച്ച ബസ് സ്റ്റാൻഡുകളുടെ സീനുകളും ആനകളുടെ എംബ്ലവും കേരളത്തിന് ശക്തമായ തെളിവുകളായി മാറി. കൂട്ടത്തിൽ അക്കാലത്തിറങ്ങിയ പല ലേഖനങ്ങളും കരുതിയെങ്കിലും ഈ ഒരൊറ്റ ശക്തമായ തെളിവ് കാരണം KSRTC കേരളത്തിന് സ്വന്തമായി. നിരവധി ഉദ്യോഗജനകമായ നിമിഷങ്ങൾ കലർന്ന ഒരു മനോഹര ചിത്രം. പഴയകാലത്തെ നമ്മുടെ നാടും റോഡുകളും സംസ്കാരവും ചിത്രീകരിച്ച ഗംഭീര സിനിമ. പ്രേം നസീറും അടൂർ ഭാസിയും KP ഉമ്മറും ശങ്കരാടിയും GK പിള്ളയും ഷീലയും ഗോവിന്ദൻകുട്ടിയുമെല്ലാം തകർത്തഭിനയിച്ച ഇന്നും കണ്ടിരിക്കാവുന്ന ഒരു സുന്ദര ചിത്രമാണ് എ.ബി. രാജും എസ്.എൽ. പുരവും ഒരുക്കിയ 1969 മെയ് 16 റിലീസ് ചെയ്ത 135 മിനിറ്റുകളുള്ള സൂപ്പർ ഹിറ്റ് ചലച്ചിത്രം കണ്ണൂർ ഡീലക്സ്.